ഓക്കെ, അപ്പം നമ്മൾ +1 എന്താണ് ഒരു ചാപ്റ്ററാണ്. +1 മാത്സിൽ ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുൻപിലെ ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ലാസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ മുൻപിലെ ചാപ്റ്ററാണ് ഈ പറഞ്ഞ എന്താണ് ചാപ്റ്റർ നമ്പർ 15 എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ എനിക്ക് എന്താണ് കുറേ എന്താണ് ഭയങ്കര കുറേ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ഫോർമുലയും എന്താണ് ഒരു പെട്ടി വരയ്ക്കാനെല്ലാം അറിയാമെങ്കിൽ ഈ പാഠം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ. ഇതിപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ എന്നെല്ലാം പറയുന്ന കുറച്ച് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, എക്സ് ബാർ കണ്ടുപിടിക്കുക, സം ഓഫ് ടേംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ കിട്ടും. പിന്നെ എക്സ് ഐ മൈനസ് എക്സ് ബാർ, ഇതെല്ലാം ജസ്റ്റ് എന്താ ഇത് ഇക്വേഷൻ അറിയാം, പെട്ടി വരയ്ക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മീൻ ഡീവിയേഷൻ്റെ മറ്റേ ഇക്വേഷൻ എടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അതുപോലത്തെ ഇതാ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ. അപ്പോൾ മീഡിയൻ ആവുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ മാറ്റിയിട്ട് അത് ചെയ്യുക, പെട്ടി വരക്കുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ ഇതാ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ഫോർ ദ ഡാറ്റ. ഇങ്ങനെ കുറച്ച് ഡാറ്റ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താ പറയുക, എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ മോഡുലസ് FI ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ്. പിന്നെ മീൻ അബൌട്ട് മീൻ ഡീവിയേഷൻ ഇക്വേഷനെല്ലാം വെച്ചിട്ട് ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇതൊന്നും ഞാൻ എൻ്റെ ആവശ്യം വരുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്നില്ല. എന്തായാലും ഒരു കാര്യം പറയാം, മറ്റേ നമ്മളെ ഇതെന്ന് പറയാം അധികം സ്ട്രെസ് ചെയ്യാത്തൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ 6 മാർക്കിന് ഒറ്റ ക്വസ്റ്റിന് എന്താണ് ഇതേപോലത്തെ ഇതേപോലത്തെ എന്തെങ്കിലും പെട്ടിയായിട്ട് തന്നിട്ട് 6 മാർക്കിന് ഒറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇങ്ങനെ എന്താ പറയേണ്ടത്, ഫ്രീക്വൻസി കോളെല്ലാം തന്നിട്ട് എന്തുണ്ടാവും, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും നമ്മളെ പബ്ലിക് എക്സാമിന്. ഇതൊക്കെ എന്താ കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ഫോർ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏജും നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മളെ മിഡ് വാല്യൂ എക്സ്, CF, FI, XI മൈനസ് M. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മീഡിയം ക്ലാസ് ഇത്ര, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, നമ്മളിതെല്ലാം ഈ പറയുന്ന ഫോർമുലെല്ലാം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മളെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക, L+n/2 - C ഡിവൈഡ് ബൈ F ഇൻറ്റു H. ഇതിൽ നിങ്ങൾ ക്ലാസ് പഠിച്ച ഇക്വേഷൻസാണ്. ഫൈൻഡ് ആൻഡ് മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ XI FI തന്നിട്ടുണ്ട്. പിന്നെ ഇത് XI സ്ക്വയർ. പിന്നെ മീൻ എന്ന് പറയുമ്പോൾ σXI ഡിവൈഡഡ് ബൈ N. പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് σXI സ്ക്വയർ ഡിവൈഡ് ബൈ N. അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. ഇതെല്ലാം എനിക്ക് ഏഡ് ചെയ്തതെന്ന് പറയുക ഇക്വേഷൻ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാം ഇക്വേഷനും പെട്ടിയും മാത്രമല്ല, ഇതെല്ലാം പെട്ടിയാണ്. ഇതും പെട്ടി. ഫൈൻഡ് ദ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെയിം ക്വസ്റ്റ്യൻസ് വേറെ ടൈപ്പിൽ ഇങ്ങനെ മാറി ചോദിക്കുന്നത് മാത്രമല്ല. സെയിം സാധനം തന്നെ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കണം, വേരിയൻസ് കണ്ടുപിടിക്കണോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണോ. പിന്നെ ഇതെന്നാ ഫൈൻഡ് ദ ഡാറ്റ ഗിവൺ ബിലോ സ്റ്റേറ്റ് വിച്ച് ഇസ് ഗ്രൂപ്പ് ഇസ് മോർ വേരിയബിൾ. ഇതാ പിന്നെയും പിന്നെയും നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്. പിന്നെയും ഇത്രയില്ല എന്ന് പറയേണ്ടത് നമ്മളെ ഇതും പിന്നെ മറ്റേ അതേ പെട്ടി തന്നെ, അത്രയല്ല ക്വസ്റ്റ്യൻസ്. പിന്നെ ഇത് മിസ്സെലിയസ് സെക്ഷന്. അപ്പോൾ ഇതിൽ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പെട്ടിയായിരിക്കും മിക്കവാറും വരിക. പെട്ടി വരില്ല. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് പെട്ടിയാണ്. പെട്ടി അല്ലാതെ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് വന്നിട്ടില്ലെങ്കിൽ സർപ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി ഏത് ക്വസ്റ്റിനെ വരുമെന്നില്ല. കാരണം ഇത് വീഡിയോ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ നിങ്ങൾ വെറുതെ എന്ന് പറയേണ്ടത് ആ പാടൊന്ന് മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അഥവാ അത് വന്നിട്ടില്ലെങ്കിൽ ഏത് ക്വസ്റ്റിനെ വരുമെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ട സെലക്റ്റഡ് NCERT എക്സാമ്പിളർ പ്രോബ്ലംസിൽ ഇവിടെയോ അതിനെ പെട്ടി തന്നെ ഇങ്ങനെ പെട്ടിയൊന്നും വരാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ദ മീൻ ലൈഫ് ഓഫ് എ സാമ്പിൾ ഓഫ് 60 ബൾബ്സ് വാസ് 650 എന്നാണ് അവേഴ്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാസ് 8 hours. എ സെക്കൻഡ് സാമ്പിൾ ഓഫ് 80 ബൾബ്സ് ആസ് എ മീൻ ലൈഫ് ഓഫ് 660 hours ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7 hours. ഫൈൻഡ് ദ ഓവറോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് പ്രോബ്ലം പോലെ വേണ്ടിക്കൽ ഒരു 4 മാർക്കിനെ ചോദിക്കാം, 6 മാർക്കിന് ചോദിക്കുന്നില്ലെങ്കിൽ. അതേപോലെ ഇഫ് ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ സിഗ്മ ഇൻറ്റു x - 5 = 3, സിഗ്മ ഇൻറ്റു x - 5 സ്ക്വയർ = 43 ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇസ് 18. ഫൈൻഡ് ദ മീൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് നിങ്ങൾ എന്താണ് ഞാൻ പിന്നെ ഇത് വെറുതെ എന്താ പറയുക കാണിച്ചാണ്. ഇത് ക്വസ്റ്റൻ എന്തായാലും വരാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും അല്ല ഇത്. എന്തായാലും പെട്ടി തന്നെ വരാൻ പോകുന്നില്ല. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഉണ്ട് എന്ന് ഈ പാഠത്തിൽ ഇങ്ങനെ ക്വസ്റ്റൻസ് എല്ലാം ഫ്രെയിം ചെയ്യാന്നുള്ളത് കാണിച്ചതാണ്. എന്തായാലും ഇതൊന്നും എന്തായാലും വരുമെന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ വെറുതെ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കേണ്ടി ഇത് അയച്ചതൊന്നുമല്ല. പക്ഷേ വെറുതെ ഇങ്ങനെ ക്വസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിക്കേണ്ടിയിട്ട് അയച്ചാൽ. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചാൽ എന്താ പറയുക, നിങ്ങൾ ആ പെട്ടി മാതിരിയൊക്കെ വരയ്ക്കാൻ പഠിക്കുക, അതിൽ ഓരോ കോളം വരയ്ക്കാൻ പഠിക്കുക, എന്താണ് പിന്നെ ഓരോ വാല്യൂസ് എഴുതാൻ പഠിക്കുക. പിന്നെ എന്താണ് അതിൻ്റെ ഒരു ഇക്വേഷന് ഓരോന്ന് ഇത് കുറച്ച് ലെങ്തി ഉണ്ട്. സാധനം സിമ്പിൾ, പക്ഷേ കുറേ ലെങ്തി ഓരോ വാല്യൂ എഴുതണോ. പിന്നെ FI ഇൻറ്റു XI എന്ന് പറയാം, അത് മൾട്ടിപ്ലൈ ചെയ്യണം. കുറേ ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പിന്നെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. മീൻ അബൌട്ട് മീൻ ആണെങ്കിലും മീൻ അബൌട്ട് മീൻ ഡീവിയേഷൻ എന്താണെങ്കിലും എന്ത് ചെയ്യുക, ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക. പിന്നെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതെല്ലാം ആയിരിക്കും എന്തായാലും എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പോൾ പെട്ടി വരയ്ക്കുക, ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റർ നന്നായിട്ട് യൂസ് ചെയ്യുക. ആൻസർ 6 മാർക്ക് ഫുൾ മാർക്ക് കിട്ടിക്കോളൂ. വളരെ എളുപ്പത്തിലുള്ള ചാപ്റ്ററാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്.